ഹായ് ഹലോ. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ അതിനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിപ്പോൾ വന്നിട്ട് 1 വർഷമായി, എൻ്റെ കോൺട്രാക്ട് തീരാറായി. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ടൈം പറയാൻ അവർക്കെല്ലാം റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ കമൻറ്റിലും ഞാൻ അത്യാവശ്യം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തരാത്തതിന് ആരും എന്നോടൊന്നും തോന്നരുത്. ബിക്കോസ് എനിക്ക് അതിൻ്റെ സമയം കിട്ടാത്തതുകൊണ്ടും പിന്നെ ഓരോ തിരക്കൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാവർക്കും കമൻറ്റിലായാലും അല്ലാതെ ആയാലും ഞാൻ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഇടയല്ല ഇപ്പോൾ എന്താ പറയുക, 2-3 ആഴ്ചയൊക്കെ ആയിട്ട് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കാണുന്നൊരു മെസ്സേജാണ്. പേഴ്സണലി മെസ്സേജും അല്ലാതെ മെസ്സേജ് ചോദിക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, ചേച്ചി ഔപ്പേറിൽ വരുന്നത് നല്ലതാണോ, ഔപ്പേർ സേഫ് ആണോ? കാരണം ഇപ്പോൾ കുറേ യൂട്യൂബിലും അല്ലാതെയൊക്കെ വാർത്ത കേൾക്കുന്നുണ്ട് ജർമ്മനിയിൽ കുറേ പ്രശ്നങ്ങളും അതുപോലെ ഔപ്പേഴ്സിന് നടക്കുന്ന കുറേ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറേ പേര് റിപ്പീറ്റഡ് ആയിട്ട് അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനും അതിനെപ്പറ്റി കേട്ടിരുന്നു. ഇവിടെ ഇപ്പോൾ ഓക്കെ, നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ മാത്രമല്ല ഒരു ഔപ്പേർ ആയിട്ടുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യത്തു നിന്നുള്ളതുണ്ട്. അപ്പം ഞാൻ അവരുടെ എല്ലാവരുടെയും സ്റ്റോറീസും കുറേ പേരുടെയൊക്കെ സ്റ്റോറീസ് കേട്ടിട്ടുമുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സിൻ്റെ അവർ പറഞ്ഞ അറിവായാലും കുറേ പ്രശ്നങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ഒരു ദിവസം ഒരു സമയം പോലെ എന്തായാലും ഇതൊരു വീഡിയോ ചെയ്യണം. കാരണം കുറേ പേർക്കൊക്കെ എന്തോ പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വിസ കിട്ടാറായി നിന്നിട്ട് ചേച്ചി ഇന്നതുപോലെ പ്രശ്നങ്ങൾക്ക് നല്ല പേടിയുണ്ട്, സേഫ് ആണോ അല്ലയോ എന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചു കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് എനിക്ക് അത്ര ടൈമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ നോക്കി ജനറൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിടവും സേഫ് അല്ല. സേഫ് ആണെന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമാണ് ഇതുപോലെ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വിചാരിക്കും. അല്ല, എല്ലാ സ്ഥലത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നല്ല മനുഷ്യരും ഉണ്ട്, ചീത്ത മനുഷ്യരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ആയിട്ടുള്ള തിങ്സും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള തിങ്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏജൻസി വഴി ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സെൽഫായിട്ട് ചെയ്യുന്നവരാണെങ്കിലും, ഈ സെൽഫായിട്ട് ചെയ്യുന്നവരുടെ ചിലരുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഞാൻ സെൽഫായിട്ട് ചെയ്യുകയാണ്, അപ്പോൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ മാത്രം കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നൊരു ചിന്താഗതിയുണ്ട്. പക്ഷെ അല്ല, ഏജൻസി ത്രൂ ചെയ്യുന്നവരാണേലും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ടൈമിലാണ് നമ്മൾ സെൽഫായിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇപ്പോൾ ഏജൻസി വഴിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല, അവരെല്ലാം ചെയ്ത് തന്നോളും എന്നോർത്ത് അതല്ല. അവർ പ്രോസസ്സിങ്ങും കാര്യങ്ങളും മാത്രമാണ് ചെയ്യുക, അല്ലാതെ ബാക്കി എല്ലാ കാര്യം. ഇപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അവർ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നില്ല, നിങ്ങളാണ് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഇന്റർവ്യൂ വരികയാണെങ്കിൽ മേ ബി ഫസ്റ്റ് ടൈം ചിലപ്പോൾ അവരുടെ ഫേസും കാണിക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസും വരാറുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ അവരെന്തായാലും വീഡിയോ കോൾ ചെയ്യും. കാരണം ഒരു തവണയല്ല നമ്മളിപ്പോൾ ഔപ്പേറിന് വരുന്ന ടൈമിൽ ഒരു തവണയല്ല വീഡിയോ കോൾ ചെയ്യുന്നത്, പലതവണ വീഡിയോ കോൾ ചെയ്യും. കാരണം ഞാൻ വന്ന ടൈമിലായാലും എനിക്ക് എൻ്റെ ഈ ഫാമിലിനെ കിട്ടിയ സമയത്താണ് ഞങ്ങൾ 2-3 തവണ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അത് ഫാമിലിക്ക് എന്നെ ഇഷ്ടമായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും കുറേ തവണ വീഡിയോ കോൾ ചെയ്യുന്നു. ഞാൻ വരുന്നതിന് തലേദിവസം പോലും അവർ ചോദിച്ചിട്ടുണ്ട് എവിടെയാ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈം അപ്പോൾ അവരുടെ ഫേസ് കാണിച്ചില്ലെങ്കിൽ സെക്കൻഡ് ടൈം മസ്റ്റ് ആയിട്ടും കാണിച്ചിരിക്കണം. നിങ്ങൾ ഇപ്പോൾ പരസ്പരം ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, ഫേസ് കണ്ടിട്ട് ഒരു ഇംപ്രഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഈ വേറെ കുറേ മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചാണ്. കുറേ പിള്ളേർ വന്ന് ചോദിക്കുന്നുണ്ട്, നമ്മൾ ചേച്ചി ഈ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂ ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണോ, അവരെന്തെങ്കിലും വിചാരിക്കുമോ, നമുക്ക് തോന്നിയതൊക്കെ ചോദിക്കാവോ എന്നുള്ളത്. അങ്ങനെ അവരൊന്നും വിചാരിക്കില്ല. കാരണം ഈ ജർമ്മൻസിന്റെ ഞാൻ കണ്ടിടത്തോളം പൊതുവെ അവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇഷ്ടമാണ്. കാരണം അവർ ചോദിക്കുമ്പോൾ ഒക്കെ അവരെ പറ്റി അറിയാനൊരു ആഗ്രഹം ഉണ്ടെന്ന് അവർക്ക് അറിയുമ്പോൾ അവർക്ക് കൂടുതൽ നമ്മളോട് ഇഷ്ടം തോന്നത്തുള്ളൂ. സോ നമ്മളാണ് ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ ഫാമിലീനെ എല്ലാവരും വിട്ടിട്ട് നമ്മളാണ് ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ ടൈമിൽ തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഓക്കെ പെട്ടെന്ന് ഓർത്ത് മറന്നു പോകുന്നതാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അവരോട് പോയി ചോദിക്കാം. പേപ്പറിൽ നോക്കി ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, അവരോട് പറഞ്ഞാൽ മതി ഓക്കെ ഈ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, അതുകൊണ്ട് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ മൈൻഡിലുള്ളത് അത് ഫുള്ള് എഴുതി വെക്കുക, എന്നിട്ട് ചോദിക്കുക. അതിനുള്ള കൃത്യമായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയണം ഓക്കെ ചേച്ചി ജർമ്മനിലായിരിക്കുമല്ലോ ഇന്റർവ്യൂ, അപ്പോൾ മനസ്സിലാവില്ലെന്ന ആ ഒരു മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ എന്തായാലും വീട്ടുകാരോ അല്ലെങ്കിൽ ആരുടെയൊക്കെ കയ്യിൽ വേറെ ഫോണ്ടോ അതിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ കേട്ട് നോക്കി എഴുതുമോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷനാണ്.
ഓൾറെഡി ഈ എന്താ ഇവരുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ടാവും പ്രൊഫഷനെ പറ്റി. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒന്നുകൂടി ചോദിച്ചത് ക്ലിയർ ചെയ്യണം. വർക്ക് ഫ്രം ഹോം ആണോ, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഏത് കമ്പനിയിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പോയി വരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചോദിച്ചറിയണം. ഇപ്പൊ എന്റെ ഫാമിലിയോട് പറയുകയാണെങ്കിൽ ഹൈ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരാൾ പ്രൊഫസറാണ്, അതിന്റെയും മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും എല്ലാം എടുത്തിരിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അമേരിക്കൻ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി വർക്ക് ഫ്രം ഹോം ആണ്. പുള്ളിക്കാരി എപ്പോഴും സ്കൂളിൽ പോയിട്ട് വരും. സം ടൈംസ് പുള്ളിക്കാരി വീട്ടിലാണോ ജോലി ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും പ്രൊഫഷന്റെ ഒക്കെ കാര്യമുണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്തിനാ, നമുക്ക് ജോലി കിട്ടിയാൽ പോരെ, പൈസ കിട്ടിയാൽ പോരെ വെച്ചാൽ അല്ല, പ്രൊഫഷനിലും കാര്യമുണ്ട്. അത് നിങ്ങൾ നല്ലോണം ചോദിച്ചറിയാം. പിന്നെ രണ്ടാമത്തെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കുറേ കുട്ടികൾ കണ്ടുവരുന്നതാണ്, ഷോ എങ്ങനെയും ജർമ്മനിയിൽ എത്തിയാൽ മതി, എങ്ങനെയും കഷ്ടപ്പെട്ട് കയറി വന്നാൽ മതി എന്നൊരു ചിന്താഗതിയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരിപ്പോൾ ഏതൊരു ഫാമിലി കിട്ടിയാൽ തന്നെ അപ്പോൾ തന്നെ അവർ ഓക്കെ സെറ്റ് എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഒരു ഫാമിലി അല്ല, നമുക്ക് ഇഷ്ടം പോലെ ഇന്റർവ്യൂസ് വരും, ബെറ്റർ ഓപ്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയും ജർമ്മനിയിൽ എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പണി പാളും. കാരണം നമ്മൾ പുറമേ കാണുന്നതല്ല, നമ്മൾ എങ്ങനെയും ഇവിടെ എത്തിപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും പ്രശ്നമാണ് അത് ഫുൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഓക്കെ, ഈ ഒരു ഫാമിലി എനിക്കിപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമായി, എനിക്കും അവർ ഇഷ്ടമായി എന്നുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ എല്ലാ കാര്യം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും. ഞാൻ എത്ര സമയമാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെല്ലാം ചോദിച്ചറിയാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ ഔപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടീനെ നോക്കുക, കുട്ടീനെ മാത്രം നോക്കലാണ് നമ്മുടെ ജോലി. പിന്നെ കുറച്ചൊക്കെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ചെറിയ ജോലിയൊക്കെ ചെയ്യുക. ഇപ്പോൾ അത് ഇന്റർവ്യൂ ടൈമിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ചില പിള്ളേർ ഇന്റർവ്യൂ ടൈമിൽ ഇതൊന്നും ചോദിച്ച് ക്ലിയർ ചെയ്യാതെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഓക്കെ അവർ ഈ ഒരു ജോലിയൊക്കെ പറയുമ്പോൾ ഇവർ ചോദിച്ചു കഴിയുമ്പോഴേക്കും അവർ പറയും നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നൊരു ഉത്തരമാണ് ചോദിക്കുന്നത്. അതുപോലെ ഈ കുറേ പിള്ളേർ ഈ ഫാമിലി കൊടുത്തിരിക്കുന്ന ബയോയും വായിക്കാതെ നിൽക്കുന്ന പിള്ളേരുണ്ട്. ഓക്കെ, എനിക്കൊരു ഫാമിലി കിട്ടിയാൽ പോരെ, എനിക്ക് ജർമ്മനിയിൽ എത്തിയാൽ പോരെ, എനിക്ക് പൈസ കിട്ടിയാൽ പോരെ എന്നൊരു മൈൻഡാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവിടെയുള്ളവർ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. സോ നിങ്ങളാണ് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത്. നിങ്ങൾ ബയോ നന്നായിട്ട് വായിക്കുക. ജർമ്മനിലാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുക. ഇപ്പോൾ ഓൾറെഡി അവർ ബയോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്റർവ്യൂ ടൈമിൽ അത് ക്ലിയർ ചെയ്ത് ഓക്കെ അവർ പറയണം ഓക്കെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കോൺട്രാക്ട് അവർ നമുക്ക് അയച്ചുതരും. കോൺട്രാക്ട് അയച്ചു തരുമ്പോൾ ഈ പിള്ളേർ ഓക്കെ അവർ ഓൾറെഡി ഇന്റർവ്യൂവിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ എന്ത് ചെയ്യുന്നാൽ പോലും നമ്മൾ കോൺട്രാക്റ്റിൽ ഒന്നുകൂടി നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. അവർ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറയാണ് ഓക്കെ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇന്റർവ്യൂ ടൈമിൽ പറഞ്ഞേ, ഇതൊന്നും ചെയ്യേണ്ടതാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം നീ കോൺട്രാക്ട് വായിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് പണി കിട്ടും. സോ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. എന്താ പറയുക, കോൺട്രാക്ട് നല്ലോണം വായിക്കുക, അതിന് മുന്നേ ബയോ വായിക്കുക, ഇന്റർവ്യൂ ടൈമിൽ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചോദിച്ച് അതിന് കറക്റ്റായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് എടുക്കണം. അടുത്ത നിങ്ങളായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാഷണാലിറ്റിയിൽ എന്താ കാര്യം, നമുക്ക് ഇവിടെ വന്നാൽ പോരെ, ജർമ്മൻ പഠിച്ചാൽ പോരെ. പക്ഷെ അല്ല, ഇവിടെയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മിക്സഡ് ആയിട്ട് ഒരു വിവാഹം കഴിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈഫ് ജർമ്മൻ ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ജർമ്മൻ ആയിരിക്കും, പാർട്ട്ണർ ഏതെങ്കിലും ഒരാളായിരിക്കാം ജർമ്മൻ, വേറെ ഓപ്പോസിറ്റ് ഉള്ള ആൾ മേ ബി വേറെ ഏതെങ്കിലും നാഷണാലിറ്റിയിൽ നിന്ന് വന്നായിരിക്കും. ഈ ജർമ്മനിലെ റൂൾസ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെങ്കിൽ പോലും ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇവിടെ കുറേ നാളായിട്ട് നിന്നു, നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സിറ്റിസൺ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് കളഞ്ഞ് നമുക്ക് ജർമ്മൻ പാസ്പോർട്ടിലാക്കാൻ പറ്റും. അത് ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മളിവിടെ കുറേ നാളായിട്ട് നിന്ന് നമ്മൾ ഇവിടുത്തെ B1 ലാംഗ്വേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇവിടെ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ലെവലിൽ ഇപ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന് നിന്ന ഒരാളുടെ അടുത്ത് നിന്നല്ല നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ടത്, ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നാഷണാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള റിയൽ ആയിട്ടുള്ള കുറേ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം കുറേ ബേസ് ചെയ്ത് ഈ ഏഷ്യൻ കൺട്രിയിൽ നിന്ന് വരുന്ന ഔപ്പയറായിട്ട് വരുന്നവരുടെ അടുത്ത് നിന്നാണ് ഭയങ്കരമായിട്ട് മോശമായിട്ട് അനുഭവം ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ നല്ല ഏത് കൺട്രിയിലായാലും ഓരോ ജോലി ചെയ്യുന്നതിന് അതിൻ്റെതായ വിസയുണ്ട്, അതിൻ്റെതായ സാലറി ഉണ്ട്. അപ്പോൾ ഔപ്പയറായിട്ട് വരുന്ന ഒരു കുട്ടീനെ കൊണ്ട് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് വീട്ടുജോലി ചെയ്യിപ്പിക്കുക, വേലക്കാരിനേക്കാളും കഷ്ടമായിട്ട് ജോലി ചെയ്യിപ്പിക്കുക. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീട്ടുജോലിയൊക്കെ ചെയ്യണമെങ്കിൽ സാലറി ഭയങ്കര ഇതാണ്, അതുപോലെ വിസയും വേറെ. അപ്പോൾ ഇവിടുത്തെ റൂൾസിൽ ഔപ്പയറായിട്ട് വരുന്ന ആളെന്ന് പറഞ്ഞാൽ കുട്ടീനെ നോക്കുക, അല്ലറ ചില്ലറ വീട്ടുജോലി ചെയ്യുക, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കുട്ടിയുടെ റൂം ക്ലീൻ ചെയ്യുക, അതൊക്കെ ഉള്ള കാര്യമാണ്. കാരണം ഞാനും കുട്ടിയുടെ റൂം ക്ലീൻ ചെയ്യാറുണ്ട്, എൻ്റെ റൂം ക്ലീൻ ചെയ്യാറുണ്ട്, പിന്നെ താഴത്തെ ഫ്ലോറും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. വേറൊരാളും ഉണ്ട്, ആള് എല്ലാ ബുധനാഴ്ച ആഴ്ചയിൽ ഒരു ദിവസമാണ് എനിക്ക് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ തോന്നി ഇപ്പോൾ കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാറില്ല, ഭയങ്കരമായിട്ട് പണി ചെയ്യിപ്പിക്കുക, ഭയങ്കര ക്രൂരായിട്ട് പണി ചെയ്യിപ്പിക്കുക, അതുപോലെ ഒരു അവധി പോലും കൊടുക്കുന്നു പോലില്ല, അതുപോലെ സെക്ഷൽ അബ്യൂസിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. അതുപോലെ ഇപ്പോൾ വാർത്തയിൽ മീൻസ് യൂട്യൂബിലെല്ലാം ഞാൻ അത് ഒത്തിരി കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ ഇതിലല്ല ഈ കേട്ട കഥകളിൽ നിന്നെല്ലാം ഞാൻ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഹസ്ബൻഡ് ഇന്ത്യൻ ആയിരിക്കും, വൈഫ് ജർമ്മൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് അമേരിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ വൈഫ് ജർമ്മൻ ആയിരിക്കും. ഇങ്ങനത്തെയാണ്.
വേറെ സിറ്റിസണിലുള്ള ഏതെങ്കിലും പാർട്ട്ണറിൽ ഏതെങ്കിലും ഒരാൾ സിറ്റിസൺ ആയിട്ടുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ജർമ്മൻസ് 2 ജർമ്മൻ, അപ്പോൾ 2 പേര് ജർമ്മനാണ് കുഴപ്പമുണ്ട്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എല്ലായിടത്തും നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ട്, ജർമ്മനിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും. എനിക്ക് ആ ഒരു അനുഭവം ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊരു സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, അതായത് എൻ്റെ ഫ്രണ്ടിന് സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇവിടെ ജോലി ചെയ്യായിരുന്നു, ഔപ്പറായിട്ട് ജോലിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ലാംഗ്വേജ് പഠിക്കാനും എങ്ങനെയൊക്കെ കരകയറുന്നുള്ള ലക്ഷ്യത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക്, അതായത് വൈഫ് ജർമ്മനാണ്, വൈഫ് പുറത്ത് പോയിട്ടാണ് ജോലി ചെയ്യുന്നത്, ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ കൊച്ചിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരിയും പുള്ളിക്കാരനും കൊച്ചും മാത്രമേ, പുള്ളിക്കാരനും ഈ പെൺകുട്ടി മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ആദ്യത്തെ കുറേ നാളൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഭയങ്കര പണിയെടുപ്പിക്കലും ഫുഡൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും ഇരുന്ന് പോയി കഴിക്കണം, ഇവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ ഭയങ്കര വിഷയങ്ങളായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ കുട്ടീനെ സെക്ഷലി അബ്യൂസ് ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടുത്തെ റൂൾസിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ ഓക്കെ അവർ കേസെടുക്കും, അതുപോലെ പുള്ളിയെ ശിക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തായെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇവള് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളൊന്നും പറഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അവളൊന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾക്ക് പേടിയാണ്, അവൾക്ക് എങ്ങനെയും കര കയറിയാൽ മതി എന്നുള്ളൂ. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ഈ കുട്ടി ഈ വീട് മാറി, വേറെ വീട് മാറി. അങ്ങനെ മാറിയിട്ട് ഒരു കാര്യമില്ല. ഈ കുട്ടിയുടെ വീട്ടുകാർക്കും അറിയാം. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് വീട്ടുകാരും അതിന് സപ്പോർട്ട് ചെയ്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമുക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ റൂൾസ് പോലെയല്ല, ഇവിടുത്തെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനൊരു സാഹചര്യം സംഭവിച്ചെന്നാണ് നമുക്കത് എന്താ പറയുക, നമുക്ക് അതിനുള്ള നീതി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ കുട്ടി പറഞ്ഞുമില്ല, കുട്ടി വേറൊരു വീട്ടിലോട്ട് പോയി. അപ്പൊ എന്താ നമ്മളിങ്ങനെ ഓരോ ഇപ്പൊ ഓക്കെ ഇവിടെ വന്ന് എങ്ങനെയും ജീവിച്ചാൽ മതി, എങ്ങനെയൊക്കെ കയറി പോയാൽ മതി എന്ന് ഓർത്താൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നു, ഓക്കെ നമ്മളത് കണ്ണടച്ചു, രണ്ടാമത്തെ സ്ഥലത്ത് ഇത് നടക്കില്ലെന്ന് ആര് കണ്ടു. അപ്പൊ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കണം. ഈ കുട്ടി ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ വൈഫിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈഫ് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പ്രതികരിക്കുക, അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുക്കുക എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാഷണാലിറ്റി ചെക്ക് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ഇപ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, കുറേ പിള്ളേർ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നു, ഇതൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ ഉള്ളതാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനത്തെ കാര്യം നടക്കുന്നത് വെച്ചാൽ അല്ല, ഇവിടെയും ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷെ അത് ഓരോ മീഡിയസിനെ അനുസരിച്ചിരിക്കും. നമ്മുടെ രാജ്യം എന്ത് നടന്നാലും എല്ലാ രാജ്യവും യൂറോപ്യൻസിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് വിടേണ്ട കാര്യങ്ങൾ പുറത്ത് വിടും, പുറത്ത് വിടണ്ടാത്ത കാര്യങ്ങൾ പുറത്ത് വിടത്തില്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും പുറത്തറിയും, എല്ലാം അപ്പോൾ എല്ലാം അറിയും. പക്ഷെ അതുപോലെ അല്ല യൂറോപ്പിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇന്ത്യയിൽ മാത്രമാണ് പ്രശ്നങ്ങളുള്ളൂ, വേറെ യൂറോപ്യൻ കൺട്രീസിലൊന്നും ഒരു പ്രശ്നമില്ല, ഫ്രഷ് ആൻഡ് ക്ലീൻ ആണ്. നോ അല്ല, ഇവിടെയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ കുറ്റകൃത്യങ്ങളും ഉണ്ട്. മേ ബി ചിലപ്പോൾ ഇന്ത്യയെക്കാളും മോശമായിരിക്കാം ചിലപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാം ഇത് നിങ്ങൾ മുൻകൂട്ടി നിങ്ങളായിട്ട് എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്ക് ഒരു പരിധി വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചും നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് യൂസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയും പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫായിട്ട് റൂം ഉണ്ടോ. കാരണം ഇപ്പോൾ ഞാൻ കുറേ പേരെല്ലാം കേട്ടിട്ടുണ്ട് ഓക്കെ ചേച്ചി ഞങ്ങൾക്ക് റൂമില്ല, ഞാൻ വോൺ സിമ്മറിലാണ് കിടക്കുന്നതെന്ന്. അതായത് എന്താ പറയുക ഈ TV ഒക്കെ ഉള്ളൊരു സിമ്മറിലാണ്, ഒരു റൂമിലാണ് കിടക്കുന്നതെന്ന്. അങ്ങനെ ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾ ഇന്റർവ്യൂ ടൈമിൽ അത് ചോദിച്ച് മതി. ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഔപ്പയറിന് സ്വന്തമായിട്ടൊരു റൂം വേണം. പിന്നെ ബാത്റൂം അത് ഓക്കെയാണ്, കാരണം കോമൺ ആണ്. ഇവിടെ എല്ലായിടത്തും റൂം അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, ഇവിടെ ഓരോ ഫ്ലോറിലും ഓരോ ബാത്റൂം ഉണ്ടാവും. അത് പോട്ടെ. പക്ഷേ സെൽഫായിട്ടൊരു പ്രൈവസി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പറ്റുമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എൻ്റെ റൂമിൻ്റെയും വീടിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ അതും അവർ ചെയ്തു തരും, ഒരു കുഴപ്പമില്ല. കാരണം എൻ്റെ ഫാമിലി ഞാൻ ഇന്റർവ്യൂ ടൈമിൽ എനിക്ക് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ മിസ്സാക്കി പോയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പിന്നീട് അതിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു. പിന്നീട് രണ്ടാമത്തെ കോളിങ്ങിൽ അതിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരതനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള മറുപടി എല്ലാം തന്നെ എനിക്ക് ഓക്കെ ഇവരെ ട്രസ്റ്റ് ചെയ്യാം എന്നൊരു ഇത് വന്നപ്പോഴാണ് ഓക്കെ അവർ പറഞ്ഞു അവർക്ക് എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എടുത്തയാടിയല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഞാൻ സെൽഫായിട്ട് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിതുണ്ടായിരുന്നു. ഒരു സെൽഫായിട്ട് ചെയ്യുമ്പോഴും നല്ല ആൾക്കാർ വരും. എനിക്കൊരു നല്ലൊരാൾ വന്നായിരുന്നു. പുള്ളി സിംഗിൾ പേരന്റ് ആണ്, ഡോക്ടറാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് 3 മക്കളുണ്ട്. ഈ 3 മക്കളെ നോക്കിയാൽ മതി, നിനക്ക് കറക്റ്റ് ആയിട്ടൊരു പേയ്മെന്റ് തരും. പക്ഷേ പൊതുവെ നമുക്ക് ഒരു പേയ്മെന്റ് ഔപ്പയറിന് വരുന്ന കുട്ടികൾക്ക് 280 യൂറോ ആണ് കൊടുക്കേണ്ടത്, പ്ലസ് 70 യൂറോ ലാംഗ്വേജ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ഇത് തരും, പക്ഷെ ഞാൻ നിനക്ക് ഇതിനേക്കാളും 850 യൂറോ ഞാൻ നിനക്ക് തരാം, പക്ഷെ നീ എൻ്റെ അമ്മേനെയും കൂടി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് അമ്മേനെയും കൂടി അപ്പോൾ 850 യൂറോ
കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 80,000 85,000 ഒക്കെ വരുമോ ലൈഫ് സെറ്റ് എന്നൊക്കെ ഓർത്തു. അതായത് ഞാൻ ചേച്ചീനോട് ഒരു കുഞ്ചു എടി ഇന്നതൊരു സംഭവമുണ്ട്, ഞാൻ എന്തായാലും ഉറപ്പിക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് നീ എടുത്തിയാടി ഒന്നും ചെയ്യരുത്, കാരണം ഇവിടെ യൂറോപ്പിൽ ഒരു പ്രായം അയാളെ നോക്കണം എന്നാണെങ്കിൽ അയാൾ അത്രയും കിടപ്പായിരിക്കും. അതുപോലെ നല്ല ശരീരമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എൻ്റെയൊക്കെ ഒരു ഗതി അനുസരിച്ച് എനിക്കൊന്നും പൊക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല ഇവിടെ ചേച്ചി പറഞ്ഞു വെച്ചാൽ യൂറോപ്പിൽ ഒരു പ്രായമായ ഒരാളെ നോക്കണമെങ്കിൽ തന്നെ വേണം 2,000 യൂറോ അവർ ഉറപ്പായിട്ടും കൊടുക്കണം. അപ്പോൾ ഞാനും ചിന്തിച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ പുള്ളി നൈസായിട്ട് 2 ജോലിയും കൂടി, അപ്പോൾ പുള്ളി എന്താ ചെയ്തത്, ആ ഒരു മണി അവിടെ സേഫ് ചെയ്യാനാണ് നോക്കി. അപ്പം ഞാനിതിപ്പോൾ കൺഫേം ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായി. അപ്പോൾ ചേച്ചി അതായത് അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് കോമൺ സെൻസ് യൂസ് ചെയ്തേ പറ്റൂ. ഇതിപ്പോ എന്റെ ചേച്ചി പറഞ്ഞതാണ്, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ചേച്ചിനോട് പറയാൻ തോന്നിയത് എൻ്റെ ഒരു കോമൺ സെൻസ് ആണല്ലോ. ഓക്കെ. അപ്പോൾ പിന്നെ അപ്പം അങ്ങനെയും കുറേ ആൾക്കാരും പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെയാണ് പറഞ്ഞത് കുറേ കോഴിത്തരം പിടിച്ച ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. കോഴിത്തരം പിടിച്ച ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നീടാണ് എനിക്ക് എൻ്റെ ടൈമും എല്ലാം എനിക്ക് പൊക്കോണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏജൻസിയിലോട്ട് മാറിയത്. ഒറ്റയ്ക്ക് ചെയ്ത് നല്ല ഫാമിലി കിട്ടി വന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പം ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിപ്പോൾ എന്തെങ്കിലും സെക്ഷലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഓവറായിട്ട് ജോലി ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവധി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പ്രതികരിക്കണം, അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യണം. കാരണം ഇവിടെ ഇന്തോളം സംഭവിച്ചു, വേറൊരു വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ജീവിതകാലം മൊത്തം ഓടിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് വരുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഇവർ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യേണ്ട സമയത്ത് കംപ്ലൈന്റ് ചെയ്യണം, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അല്ലാതെ അവരെ പേടിച്ചോ എൻ്റെ വീട്ടുകാരൊക്കെ നാട്ടിലല്ലേ ഇത് പുറത്തറിഞ്ഞാൽ എന്താകും, അല്ലാതെ ഇവിടെയുള്ളവരെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യാനാണ് വരുന്നത്. നമ്മൾ നമ്മുടെ ജോലി വൃത്തിക്ക് ചെയ്താൽ ആർക്കും നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു പരിധി വരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പരിധി വരെ എന്താ പറയുക, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവാൻ പറ്റും വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എല്ലാത്തും ഒഴിവാക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ കുറേ കുട്ടികൾ മെസ്സേജ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, കുറേ പിള്ളേർ വന്നിട്ട് ചേച്ചി അങ്ങനെ ചോദിച്ചാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ, എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, നാളെ മേ ബി നമ്മൾ ഇപ്പോൾ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടണം, നമുക്ക് അവരെ ഇഷ്ടപ്പെടണം, അവർക്ക് അവരെ നമ്മൾ ജീവിതകാലം മൊത്തം കണ്ടുകൊണ്ടിരിക്കാനും പോകുന്നില്ല. ഓക്കെ, നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയാം, നമുക്ക് വേണ്ട റൈറ്റ്സ് ഉണ്ട് അതെല്ലാം ചോദിച്ചറിയാം. ഒരു ഔപ്പയറിന് കിട്ടേണ്ട റൈറ്റ്സ് എല്ലാം നമുക്ക് കിട്ടണം. കറക്റ്റായിട്ടുള്ള പേയ്മെന്റ്, ലാംഗ്വേജ് ക്ലാസ്സിന് വിടുന്നുണ്ടോന്ന്, കറക്റ്റായിട്ടുള്ള അവധി, ഓവറായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടോ, അതുപോലെ എന്താ പറയുക സെൽഫായിട്ടൊരു റൂം, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എങ്ങനെയും ജർമ്മനി വന്നാൽ മതി, ടൈം പോകുകയാണ് അങ്ങനെ മറിച്ചത് പോകുക എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടത്തിലോട്ടാണ് പോകുന്നത്. അതിപ്പോൾ ഏതൊരു കൺട്രിയിലോട്ടാണല്ലോ, ഇപ്പോൾ ജർമ്മനി മാത്രമല്ല ഔപ്പയർ ആയിട്ടുള്ളത്, വേറെ കൺട്രീസിൽ നമുക്ക് ഔപ്പയർ ആയിട്ട് പോകാം. എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷയാണ്, നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അല്ല വേറെ ആർക്കും നമ്മുടെ കാര്യം നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനം ഡിപ്പെൻഡ് ചെയ്തിരിക്കും മുന്നോട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയും ജർമ്മനിയിൽ എത്തിയാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും ഔപ്പയർ ചൂസ് ചെയ്ത്, ഔപ്പയർ എന്നല്ല ഇപ്പോൾ FSC ആണല്ലോ, എന്തായാലും നിങ്ങൾ ചൂസ് ചെയ്യരുത്. നല്ലോണം ആലോചിച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമല്ല. എപ്പോഴും ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു തീരുമാനം എടുക്കുന്നത് എപ്പോഴും നമ്മൾ എടുക്കേണ്ടതല്ല. ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒത്തിരി പിള്ളേർ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അങ്ങനെ കേട്ട് കുറേ പിള്ളേർ പേടിച്ചിരിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അറിയണം, ഇന്നതുപോലെ ഈ ഒരു കാര്യം മാത്രമല്ല വേറെ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ടൈം പോലെ ഞാൻ ഇതുപോലെ വന്നിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.